നോട്ട്ബുക്ക് എവിടെ പോയത്? എല്ലായിടത്തും ഞാൻ വെച്ചതാണല്ലോ. മലയാളം, ബയോളജി, ഫിസിക്സ് എല്ലാം ഉണ്ട്. അത് മാത്രം കാണാനില്ല. കഷ്ടം തന്നെ. സ്കൂളും തുറക്കാറായപ്പോഴാണ്. വൈകി എന്തിനടി എന്നും ജിമ്മിൽ പോണം? നിനക്ക് ഇവിടെ വൈകി ഇരുന്നാ പോരെ? എത്ര വൈകിങ്ങനെ ഞാൻ ജിമ്മിൽ പോകും. അതെന്റെ ജീവവായുവാണ്. ജീവനം വായു ഒന്നും പോവാതിരുന്നാ മതി. ഡി നാക്കെടുത്ത് വളക്കാതെടി ഓരോന്ന്. ചേച്ചി, ഈ ബാഗ് അങ്ങനെ നീ എടുത്തായിരുന്നോ? അയ്യോ, ഈ വൃത്തിയുടെ ബാഗ് ആരടി കൈകൊണ്ട് തോടും? എടി, എന്റെ കെമിസ്ട്രി നോട്ട്ബുക്ക് കാണാനില്ല. നീ ചോദിച്ചതിന് മാത്രം ഉത്തരം പറ. എന്റെ ബാഗ് എടുത്തോ ഇല്ലേ? നിന്റെ കെമിസ്ട്രി നോട്ട്ബുക്ക് കാണാത്തതിന് ഞാൻ എന്ത് ചെയ്യാൻ? രാവിലെ തന്നെ ചൊറിയാതെ പോവെങ്കിൽ. നിനക്കൊരു സ്വഭാവം ഉണ്ടല്ലോ, എന്തെങ്കിലും എടുത്തു കഴിഞ്ഞാൽ വലിച്ചു വരെ ഇടല്ലേ. അതുകൊണ്ടാണ് നിന്റെ അടുത്ത് ചോദിച്ചത്. എടുത്താ? എനിക്ക് എന്തിനടി നിന്റെ കെമിസ്ട്രി നോട്ട്? അവിടെ എവിടെയെങ്കിലും കാണും, പോയി നോക്ക്. ഇത് വടി ഇത് ആവില്ല വന്നാ തുടങ്ങിക്കോളും. അത് കണ്ട ഇത് കണ്ട. എടി, അത് മാത്രമാണ് ഡി കാണാത്തത്. എനിക്ക് എങ്ങനെ അറിയാം? ഈ പോയി നോക്ക്. നീ അങ്ങനെ എടുത്ത് കാണും. പിന്നെ എനിക്ക് അതിലെ പണി നിന്റെ ഒരു കെമിസ്ട്രി നോട്ട്. എന്ത് കഷ്ടോടി എടി, അത് മാത്രം കാണാനില്ലടി. നിനക്കൊരു സ്വഭാവം ഉണ്ടല്ലോ, എന്തെങ്കിലും സാധനം എടുത്തു കഴിഞ്ഞാൽ അവിടെ വലിച്ചു വരെ ഇടല്. പിന്നെ നിന്റെ കെമിസ്ട്രി നോട്ട് കണ്ടില്ല എന്ന് പറഞ്ഞിട്ട് എന്റെ തലയെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ എവിടെയെങ്കിലും കാണാം, അവിടെ എവിടെയെങ്കിലും കാണാം. നീ പോയി നോക്ക്. കണ്ടില്ലെങ്കിൽ ഇവിടെ ഞാൻ വലിച്ചു വരി. ഹലോ, എന്താണ് ഇവിടെ ഒരു വലിയ രൂക്ഷമായ ചർച്ച? ഫൈറ്റ് സീനിലേക്ക് എത്താറായോ? ഞാൻ ചെയ്യാത്ത കാര്യമാണ് പറഞ്ഞു വരുന്നെങ്കിൽ മിക്കവാറും ഒരു ഫൈറ്റ് സീനിലേക്ക് എത്തും. അത് തന്നെയാണ് എനിക്ക് വേണ്ടത്. നിങ്ങൾ ഒരു ഫൈറ്റിലേക്ക് എത്തുക. എന്റെ കൈക്ക് കുറെ ദിവസമായിട്ട് പണിയില്ലാതെ ഇരിക്കുകയായിരുന്നു. ഒന്ന് സ്ട്രെച്ച് ചെയ്യാനുള്ള അവസരം കിട്ടും. അമ്മ, എന്റെ കെമിസ്ട്രി നോട്ട്ബുക്ക് കാണാനില്ല. ഞാൻ എല്ലാം കൂടെ പറക്കി ഇതിനകത്ത് വച്ചതാണ്. ഇപ്പൊ അത് മാത്രം കാണാനില്ല. ബുക്ക് അതിന് കാലൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് തന്നെ നടന്നു പോകൂല. ഇവിടെ എവിടെയെങ്കിലും കാണും, വച്ചെടുത്ത് നോക്കടി. എന്തോ നമ്മ ബുക്ക് കാണാനില്ല. അവിടെ പഠിക്കണ കുട്ടിയാണ്. ഈ ബുക്ക് സൂക്ഷിക്കാൻ വയ്യ നിനക്ക്. പിന്നെ നിനക്ക് എന്താണ് പണി ഇവിടെ? അങ്ങനെ പറഞ്ഞു കൊടുക്കച്ച. ഞാനാണെങ്കിൽ ജിമ്മിൽ ക്ലയൻസിന് ട്രെയിനിങ്ങും കൊടുത്ത് ബോക്സിംഗ് പ്രാക്ടീസും കഴിഞ്ഞ് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വന്നിരുന്ന് പഠിക്കുന്നത്. അയ്യോ, ഈ എല്ലാ കാര്യങ്ങളെന്ന് പറയുമ്പോ എന്തോന്ന് വായി നോട്ടോ? വേറെ ഒന്നും ചെയ്ത് കാണാനല്ലോ ഇവിടെ. വായി നോട്ടോ? നീ എന്റെ ഒന്ന് വാങ്ങുവേ. ഡേഡേ, എന്തോ പറഞ്ഞപ്പം ഞാൻ കുറെ നാളായിട്ട് ശ്രദ്ധിക്കുന്നത്. എന്ത് പറഞ്ഞാലും വാങ്ങുവേ. എന്നെന്തിനാ അമ്മ അടിക്കുന്നത്? ഇവളുടെ പറട്ട കെമിസ്ട്രി നോട്ട് കണ്ടില്ല എന്ന് പറഞ്ഞ എന്നെ എന്തിനാ തല്ലുന്നേ? നിനക്ക് ഇവിടെ എല്ലാരെയും തല്ലാം. നമുക്ക് ആർക്കും ഇവിടെ ഒന്നും ചെയ്തുകൂടാ. എന്തോന്ന് ആയത്? പൊടി ഇതേ നിർത്ത്. കേട്ട തോലി പൊളി ഇവരുടെ സംസാരം. രണ്ടെണ്ണവും ഒരു മര്യാദ ഇല്ല. അച്ഛനെ കണ്ടല്ലേ ഞങ്ങള് പഠിക്കണം. എന്തോന്ന്? എന്നെ കണ്ട? നിന്റെയൊക്കെ പ്രായത്തില്ലേ ചിന്നൊന്നും എന്റെ അടുത്ത് ഇങ്ങനെ സംസാരിക്കില്ല. എന്ത് സ്നേഹത്തോടെയാണ് അവൾ സംസാരിക്കണം അറിയുമോ? അതും ബഹുമാനമായിട്ട്. എന്റെ അച്ഛാ, അതിനുള്ളതെല്ലാം കൂടെ ചേർത്ത് അപ്പച്ചി അച്ഛന് തരണുണ്ടല്ലോ നന്നായിട്ട്. എന്ത് കറക്റ്റ്? ഞാൻ ഒരു കാര്യം പറയാം. സ്കൂളും കോളേജും തുറക്കാൻ പോവാണ്. ബുക്കൊക്കെ എടുത്ത് പഠിക്കാൻ നോക്കും. ആ പഠനത്തിൽ ശ്രദ്ധിക്കും. ഈശ്വര, ഓൺലൈൻ ക്ലാസ് തുടങ്ങിയിട്ട് ഇച്ചിരി സമാധാനം ഉണ്ടായിരുന്നല്ലേ. ഞാൻ പോട്ടെ, എനിക്ക് അടുക്കളയിൽ കുറെ പണിയുണ്ട്. അയ്യോ, ഇവിടെ നിന്ന് മണി തുടങ്ങി. മണി മുഴങ്ങി. ഇവിടെ ഇരുന്ന് അടിയും പിടിയും വഴക്കൊന്നും ഉണ്ടാക്കല്ലേ. ഓ അച്ഛ, കേട്ടച്ച പഠിച്ചോളാം. കേട്ടച്ചാ, എന്ന് കുറച്ചുമ്പോ വിളി കേൾക്കാം. സത്യം പറ. സത്യം പറ, നിന്റെ തല പൊടി ഇറങ്ങി.